സംസ്കാരം. സിംഗപ്പൂർ നഗരത്തിൽ പാരമ്പര്യമായ റമദാൻ ബസാറുകളിലേക്കൊന്നാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഓരോ റമദാൻ ബസാറും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ആസ്വദിക്കാം. എല്ലാ റമദാൻ ബസാറുകളുടെയും അടിസ്ഥാനം വിശുദ്ധ മാസത്തിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങുന്നതിന് മുൻപായി ആരംഭിക്കുന്നു. സിംഗപ്പൂർ റമദാൻ ബസാറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1970കളിൽ ഗെയ്ലാങ് സെറായ് പ്രദേശത്ത് ആദ്യമായി ഇത് ആരംഭിച്ചു. അവിടെ ധാരാളം ഹലാൽ ഭക്ഷണങ്ങളും ചരക്കുകളും ഉൾപ്പെടെ വിശുദ്ധ മാസത്തിലെ മുസ്ലിം പൗരന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എല്ലാ സാധനങ്ങളും അവിടെ ലഭ്യമായി. റമദാൻ ബസാർ ഇപ്പോൾ സിംഗപ്പൂരിലെ വിശുദ്ധ മാസ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗെയ്ലാങ് സെറായി റമദാൻ ബസാറിൽ സ്വാദിഷ്ടമായ ഹലാൽ ഭക്ഷണത്തിൻ്റെ 100 സ്റ്റാളുകൾ വരെയുണ്ട്. ഈ ബസാർ ആളുകൾക്ക് പ്രിയങ്കരമാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ബിരിയാണി, റൈസ്, റൊട്ടി ജോൺ, നാസി ലമാക് തുടങ്ങിയ ഗെയ്ലാങ് സെറായി റമദാൻ മാസത്തിൽ ലഭ്യമാണ്. റമദാൻ ബസാറിൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾക്കിത് നല്ലൊരു ട്രീറ്റ് ആയിരിക്കും. ഭക്ഷണം ആണ് ഇവിടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. കൂടാതെ മേളയിലെ എല്ലാ രുചികരമായ പലഹാരങ്ങൾക്കായി സിംഗപ്പൂരിലെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തുന്നു. ഇതാണ് റൊട്ടി ജോൺ. 1960കളിലും 70കളിലും സിംഗപ്പൂർ ഉണ്ടാക്കിയതായി വിശ്വസിക്കപ്പെടുന്ന ഒരു ഓംലെറ്റ് സാൻഡ്വിച്ചാണ് റൊട്ടി ജോൺ. ഇത് പിന്നീട് വ്യാപകമായി പ്രചാരത്തിലായി. ഇന്നത്തെ മലേഷ്യയിലെ മലായ് പെനിൻസുലയിലും ആധുനിക ഇന്തോനേഷ്യയിലും തെരുവ് ഭക്ഷണമായിട്ടാണ് ഇത് ആരംഭിച്ചത്. പങ്കെടുക്കുന്ന വിൽപ്പനക്കാരിൽ പകുതിയും പരമ്പരാഗത മലായ് വിഭവങ്ങൾ ആണ് ഉണ്ടാക്കി വിൽക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് റാംഡി ബർഗറുകൾ, കോറോപോക്, ലക്കർ, പെർസിക് സ്റ്റൈൽ ചിക്കൻ വിങ്സ്, സ്വാദിഷ്ടമായ ഇന്ത്യൻ സ്നാക്ക്, ടക്കോയാക്കി, ടർക്കിഷ് കബാബ്, ശീതീകരണങ്ങൾക്ക് പേരുകേട്ട മധുരപാനീയങ്ങളും ഹരിറായിലെ പ്രധാന പരമ്പരാഗത പൂഹ് വിൽക്കുന്ന ചില സ്റ്റാളുകളും ഇവിടെയുണ്ട്. വർണ്ണാഭമായ അലങ്കരിച്ച വാഫിൾസ്, ബബിൾ ടീ, പാൻകേക്കുകളും സോഫ്റ്റ് സെർവുകളും പോലെ രുചികരമായ ഭക്ഷണങ്ങളും മറ്റ് ഡെൻസങ് വാഴയിൽ ചുട്ടുപൊളിച്ചെടുത്ത ഭക്ഷണമായ ഓക്ത, ദാഹശമിക്കുന്ന തായ്പാൽ ചായയും പോലെയുള്ള ധാരാളം ഇഷ്ടവിഭവങ്ങൾ ഇവിടെ കിട്ടും. ഇതിന് മലയ് ഇന്തോനേഷ്യൻ ഭാഷയിൽ ഒട്ടക് ഒട്ടക് എന്നറിയപ്പെടുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യൻ ഫിഷ് കേക്ക് ആണിത്. ഇത് പരമ്പരാഗതമായി ആവിയിൽ വേവിച്ചതോ ഗ്രിൽ ചെയ്തതോ ആയാണ് വിളമ്പുന്നത്. അത് പാകം ചെയ്ത ഇലയുടെ ഉള്ളിൽ പൊതിഞ്ഞാണ് ഇത് ലഘുഭക്ഷണമായ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ആവിയിൽ വേവിച്ച ചോറിനൊപ്പവും കഴിക്കാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള പരമ്പരാഗത ചൈനീസ് പെരുന്നാൾ ഭക്ഷണങ്ങൾ, അലങ്കാര വിളക്കുകൾ, മതിൽ അലങ്കാരം, പർവ്വതങ്ങൾ, കർട്ടനുകൾ എന്നിവ പോലെ ധാരാളം ഐറ്റങ്ങൾ ഇവിടെ കാണാം. നിങ്ങൾ നേരത്തെ പോകുന്നത് നല്ലതാണ്. രാവിലെ 11 മണി മുതൽ സ്റ്റാളുകൾ തുറക്കും. അപ്പോൾ തിരക്കുകൾ വളരെ കുറവാണ്. ബസാറിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. 4 മണി കഴിഞ്ഞാൽ ജനക്കൂട്ടം കൂടാൻ സാധ്യതയുണ്ട്. അതിനാൽ നേരത്തെ പോയാൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ നേരിട്ട് വാങ്ങുവാനും അവിടെ കാണുവാനും സൗകര്യമാണ്. എയർപോർട്ടിൽ നിന്നാണെങ്കിൽ പായ ലേബർ MRTയിൽ ഇറങ്ങി അവിടെ പായ ലേബർ സ്ക്വയർ അഭിമുഖമായി പ്രധാന എക്സിറ്റിൽ നിന്ന് പുറത്തേക്ക് പോയി ഇടത്തേക്ക് തിരിഞ്ഞ് ഗാർഡിയനിൽ വീണ്ടും തിരിയുക. അപ്പോൾ താഞ്ചോങ് കസ്റ്റം കോംപ്ലക്സിൽ എതിർദിശയിൽ നടന്ന് അവിടെ എത്തിച്ചേരാവുന്നതാണ്. അതുപോലെ നഗരത്തിൽ നിന്ന് പല ഭാഗത്തു നിന്ന് ബസ് സർവീസുകളുണ്ട്.